ഇന്നലത്തെ എപ്പിസോഡ് ഒന്നുകൂടെ എടുത്ത് കണ്ടു നോക്കിയപ്പോഴാണ് ലാലേട്ടൻ രണ്ട് മൂന്ന് തവണ പറയുന്ന ഒരു കാര്യമാണ്, നെവിൻ പ്രേക്ഷകവിധി പ്രകാരം പുറത്തു പോയില്ലെങ്കിൽ, പ്രേക്ഷകർ നെവിനെ തിരിച്ച് വിളിച്ചില്ലെങ്കിൽ നെവിന് ഞാനായിട്ടൊരു പണി തരും, നെവിന് എന്ത് പണി തരണം എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പൊ ഇതെന്താണ് സംഭവം എന്നുള്ള ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോഴാണ്, സാധാരണ ഒരു നിയമലംഘനം നടത്തുന്ന ഒരു കണ്ടസ്റ്റന്റിന് ബിഗ് ബോസ് കൊടുക്കുന്ന പണി എന്താണ്? കണ്ടിന്യൂസ് ആയിട്ട് നോമിനേഷനിൽ പിടിച്ചിടും. ഈ യെല്ലോ കാർഡ് കൊടുത്താലും അതാണ് നോമിനേഷൻ എന്ന് പറയുന്ന ആ ഒരു ഇതാണ് കൊടുക്കുന്നത്, പണിയാണ്, പണിഷ്മെന്റ് ആണ് കൊടുക്കുന്നത്. എന്നുവെച്ചാൽ 2 ആഴ്ചയും കൂടി ഇനി ബാക്കിയുള്ള 2 ആഴ്ചയും നെവിനെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ലാലേട്ടൻ ഇടും ചിലപ്പോൾ. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ജയിൽവാസമായിരിക്കും. ഈ 2 ആഴ്ചയും ചിലപ്പോൾ ജയിലിൽ കഴിയണമെന്ന് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലേ പിന്നെ കൊടുക്കാൻ പറ്റുന്ന ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഡാർക്ക് റൂം പോലത്തെ സെറ്റപ്പ് ഉണ്ടല്ലോ ഈ സീസണില്. നമ്മുടെ സീസണിന്റെ തുടക്കത്തിലൊക്കെ ഒനിയിലും പിന്നെ ഷാരികയും കൂടി പോയി കഴിഞ്ഞ ആ ഒരു ഏരിയയിലേക്ക് വിടാം. അപ്പൊ ഇങ്ങനെ എന്തും ആവാം. ഇത് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആവാം. എന്റെ ബലമായ സംശയം ഇത് ഡയറക്റ്റ് നോമിനേഷൻ തന്നെ ആയിരിക്കും. ഈ വരുന്ന ആഴ്ചയിലേക്ക് നെവിനെ ഞാൻ ഡയറക്റ്റ് ആയിട്ട് നോമിനേഷനിലേക്ക് ഇട്ടിരിക്കുന്നു എന്ന് ലാലേട്ടൻ ചിലപ്പോൾ പറയുന്നുണ്ടാവും. അങ്ങനത്തെ എന്തെങ്കിലും ആയിരിക്കും. ഒരിക്കലും കാണാത്ത പോലത്തെ എന്തോ ഭയങ്കരമായ സംഭവം ഉണ്ടെന്നൊന്നും ആരും പ്രതീക്ഷിക്കരുത്. നെവിനോട് ലാലേട്ടൻ ഇന്നലെ എടുത്ത ആ ഒരു അപ്രോച്ച് തന്നെ ഇത്തിരി ഒരു തണുപ്പനായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോ നെവിൻ അത്ര ഭയങ്കര എന്തോ തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ആദില, നൂറ, അനുമോൾ ഇവരെ ആരെയും ഗ്ലോറിഫൈ ചെയ്ത് തേച്ച് വെളുപ്പിക്കാനും ഞാൻ ശ്രമിക്കുന്നില്ല. തെറ്റുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെവിന്റെ ഭാഗത്തു നിന്നുമാണ് കൂടുതലായിട്ടും വന്നിരിക്കുന്നത്. അതിപ്പോ കോണ്ടന്റ് ഗെയിം എന്നൊക്കെ ഉള്ള ഒരു ആസ്പെക്ട് അതിൻ്റെ അത് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നെവിന്റെ ഭാഗത്തു നിന്നാണ് കൂടുതലും തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പോ ഒരു സ്പോട്ട് എവിക്ഷൻ പോലത്തെ ഒരു സംഭവം അവര് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. ഉന്തും തള്ളും വന്നതിന്റെ പേരില് കണ്ടസ്റ്റൻസ് പുറത്തായിട്ടുണ്ട്. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിരുന്നു, ചെയ്തിട്ടില്ല. നെവിന് മിക്കവാറും ഡയറക്റ്റ് നോമിനേഷൻ തന്നെ ആയിരിക്കും ഒരു പണിയായിട്ട് കൊടുക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നെവിൻ എന്തായാലും ഒന്ന് പുറത്താവത്തില്ല, ആ കാര്യം പ്രേക്ഷകർക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നെവിൻ പുറത്താവുന്ന ഓർത്തോണ്ട് ആരും ഇരിക്കുന്നില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത് ഇത്ര നെഗറ്റീവ് വന്നിരിക്കുന്ന സമയത്ത് ഒരു കണ്ടസ്റ്റന്റിനെ പുറത്തേക്ക് വിടുന്ന അവരുടെ ജീവന് വരെ ആപത്താണ്. പ്രേക്ഷകർ ചിലപ്പോ മോബ് ലിഞ്ചിങ് ഒക്കെ ചെയ്തോന്ന് വരും. കാരണം ഇപ്പോഴത്തെ ആ ഒരു ഹൈപ്പ് വെച്ചിട്ട് ഇപ്പൊ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ബിഗ് ബോസിനകത്ത് നമ്മളൊരു ലൈം ലൈറ്റ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നെവിന്റെ പേര് കൂടുതലായിട്ടും ആളുകൾ പറയാൻ തുടങ്ങി, ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് അനുമോളുടെ പുറകെ നടന്ന് അനുമോളെ ട്രിഗർ ചെയ്യുന്ന കണ്ടസ്റ്റന്റ് എന്നുള്ള ആ ഒരു സാധനം, അത് അങ്ങനെ ഒരു ഡുവാലിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ അതൊരു വലിയ കാര്യമാണ് ബിഗ് ബോസിനകത്ത്. ഇപ്പൊ എത്രയൊക്കെ തെറ്റുകൾ നെവിന്റെ ഭാഗത്തു നിന്ന് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നല്ല ഗെയിം ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. ഞാൻ വളരെ ക്ലീൻ സ്ലേറ്റ് ആയിട്ട് ഇനി നെവിന്റെ ഗെയിമിനെ വിലയിരുത്തുകയുള്ളൂ. ഈ ഒരു വീക്കെൻഡ് കഴിഞ്ഞിട്ടുള്ള നെവിന്റെ കളി അതെങ്ങനെ പോകുന്നു എന്ന് നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ വിലയിരുത്താനാണ് തീരുമാനം. ആരെയും സപ്പോർട്ട് ചെയ്യാതെ വളരെ ക്ലീൻ സ്ലേറ്റോട് കൂടി, അനുമോളുടെ കാര്യമാണെങ്കിലും നെവിന്റെ കാര്യമാണെങ്കിലും ഇതുവരെ 2 പേരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടേ പറയുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ്. കൂടുതൽ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.